തമ്മിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വേർപിരിഞ്ഞ് ശൈത്യയും അനുവും. അതെ, ഇനി പറയാനുള്ളത് വൈൽഡ് കാർഡുകൾ, അതായത് ലക്ഷ്മിയും മസ്താനിയും. ഇവർ രണ്ടുപേരും ഇനി അതായത് പറ്റാത്ത ജോലികൾ, അറിയാത്ത ജോലികൾ എല്ലാം ഡ്യൂട്ടിയിലൊക്കെ ചെയ്ത് കൊളമാക്കി റിബലായിട്ട് നിന്ന് വീട്ടുകാർക്ക് എഗൻസ്റ്റ് പണി, അതായത് വീട്ടുകാർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഗെയിം കളിക്കാനുള്ള പരിപാടിയിലാണോ? ലക്ഷ്മിയൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്ന സ്ക്രിപ്റ്റ് പോലെയാണ് ഓരോ ഡയലോഗും അടിക്കുന്നത്. 12 തൊട്ട് 1 മണി വരെ ഒന്നും അതിൻ്റെ ആ സമയത്തൊന്നും ജോലി ചെയ്യാൻ പറ്റില്ലെന്നാണ് ലാലേട്ടനോട് വരെ പറയുന്നത്. ഇത്ര റൂഡാവേണ്ട ആവശ്യമുണ്ടോ? അതോ ഇത് റിബലായിട്ട് തന്നെ, അതായത് ഇത് വീട്ടുകാർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പുറത്ത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവരുടെ ഈ ഗെയിം വിജയിക്കുമോ? മസ്താനിയാണെങ്കിൽ ഇനി വിളിക്കാൻ പാടില്ലാത്ത ചീത്തകളൊന്നും ബാക്കിയില്ല. ഇനിയും ഈ രണ്ടാഴ്ചത്തെ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ട് വലിയ പവർഫുൾ ആയിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തോ പവർ കിട്ടിയ രീതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി പറയുന്നത് മനസ്സിലാവുമോ അതോ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുമോ? ഇന്ന് ദോഷപ്രശ്നം ചർച്ച ചെയ്തു, ദിവ്യന്റെ ക്യാപ്റ്റൻസി കാര്യം ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു, ദൈവമേ ഞാനവിടെ ഇല്ലാത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാലേട്ടൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒറ്റയ്ക്കൊക്കെ കളിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. എന്താകും അടുത്ത ഈ ആഴ്ച വീക്കിൽ നടക്കാൻ പോകുന്നത്? സർക്കസ് കൂടാരമായിട്ട് വീട് മാറാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇപ്പൊ എല്ലാ വീഡിയോയുടെ മുന്നിലും ഡിസ്ക്ലൈമർ കൊടുക്കണ പോലെ 2 വാക്ക് 10 വാക്ക് പറഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്തൊക്കെ ഈ ഫാൻസുകാർ എൻ്റെ അപ്പോൾ ഭയങ്കര ശല്യമൊന്നും ഇവറ്റകളെ കൊണ്ട്. പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, മിണ്ടിയാ കുറ്റം, മിണ്ടിയില്ലെങ്കിൽ കുറ്റം. പോയി പള്ളി പറഞ്ഞാൽ മതി. അയ്യടാ, പിന്നെ ഞാനിവിടെ മിണ്ടാങ്ങനെ പേടിച്ചിരിക്കുകയാണെന്നാണ് വിചാരം. പോയി പള്ളി പറയണ്ട. എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, പള്ളിയിലും പറഞ്ഞിട്ട് കാര്യമില്ല. മിണ്ടാനുള്ളതൊക്കെ മിണ്ടും. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഈ എപ്പിസോഡിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ചെയ്യുമല്ലോ, ഫുൾ എപ്പിസോഡ് ഞാൻ വിവരിക്കും. അപ്പം ഞാൻ മൈൻഡ് ലാംഗ്വേജ് ഒക്കെ എടുത്ത് സംസാരിക്കും. അതായത് കണ്ടസ്റ്റൻസിന്റെ നോക്ക് ലാലേട്ടൻ മിണ്ടായിരിക്കണം, ലാലേട്ടൻ ഇപ്പം നമ്മൾ വിളിക്കും, ഇതൊക്കെ ഞാൻ പറയും. ഇതൊക്കെ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കണ്ടസ്റ്റൻസിനെ പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു. ഞാൻ മൈൻഡ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 6 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ചെവി പൊത്തിയിരുന്നോ. പ്രേക്ഷകരോടല്ല കേട്ടോ പറയുന്നത്, കുറേ എണ്ണം ഉണ്ട്. അയ്യോ ആർമി ഇങ്ങനെ വാളും പരിചയറ്റൊക്കെ പറഞ്ഞ ആർമിക്കാരില്ലേ, അവറ്റകള് എല്ലാ കൊല്ലവും വരും. ആർമിക്കാർ 10ാം ക്ലാസ്സിലൊക്കെ ഉള്ളതാണെന്ന് അറിഞ്ഞൂടാ. കുറെ എണ്ണം വരും. ആർമി, ഒന്നും മിണ്ടാൻ പാടില്ല, പോ ആർമി എന്ന് പറഞ്ഞത്. സീസൺ കഴിയുന്നതും കൂടോടെ ഇറങ്ങി പോവുകയും ചെയ്യും. എങ്ങോട്ടാണോ എന്താ പോയത്, എങ്ങോട്ടെന്നാണോ വരണത് ആർക്കറിയാം. ഇതൊക്കെ മനുഷ്യർ തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പ്രസന്റ് ചെയ്യും. ഞാൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് പ്രസന്റ് ചെയ്താണ്. ഇന്ന് വരെ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കിടന്ന് കമന്റ് സെക്ഷനിൽ കിടന്ന് കരഞ്ഞിട്ട് പോക്കോ. ഓക്കെ, ഇത് ഡിസ്ക്ലെയിമർ പോലെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയെ. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ വൈൽഡ് കാർഡുകളുടെ എൻ്റെ അമ്മ പ്രശ്നങ്ങളായിരുന്നു ഇന്ന് മൊത്തം. നമ്മുടെ ലക്ഷ്മിയൊക്കെ ഫുൾ റിബൽ മോഡാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോറി, ഞാൻ തുണി കൈകൊണ്ട് ഞാൻ തൊടത്തില്ല, ഞാൻ കവർ കൊണ്ടേയൊക്കെ തൊടുള്ളൂ. കാര്യം തൊടാൻ കൊള്ളത്തില്ല. അതുപോലെ തന്നെ സോറി ഞാൻ പറയത്തില്ല. 12 തൊട്ട് 1 മണിക്കിടയിൽ ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ഇതൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെ. ലാലേട്ടൻ ഒരു ചെറു പുഞ്ചിരിയല്ല. ലാലേട്ടൻ്റെ മൂടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ. പക്ഷേ ഇതെവിടം വരെ പോകും നമുക്ക് നോക്കണം. കാരണം ഇവർ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നേക്കണേയാണ്. ഇതിനകത്ത് ഈ സാബുമാൻ ഒഴിച്ച് ജിഷിൻ ഏകദേശം കാം ഡൗൺ ആയി. ലാലേട്ടൻ്റെ ഷർട്ട് കിട്ടിയപ്പോൾ തന്നെ ജിഷിൻ കൃതാജ്ഞനായി അവിടെ പോയി. ജിഷിൻ കരഞ്ഞങ്ങ് പോയി, തീർന്നു. ജിഷിൻ്റെ യുദ്ധം അവസാനിച്ചെന്നാണ് തോന്നുന്നത്. നോക്കാം. ഇവിടെ മസ്താനിയും ലക്ഷ്മിയാണ് ഒരു റിബൽ മോഡിൽ നിൽക്കുന്നത്. അതായത് 2 പേർക്കും പ്രത്യേകിച്ച് ഒരു ജോലി അറിഞ്ഞൂടാ. ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അത് നേരവണ്ണം ചെയ്യില്ല. എന്നാൽ ബാത്റൂമിലെ ഡ്യൂട്ടി അത് നേരവണ്ണം ചെയ്യില്ല. ഇത് മനഃപൂർവ്വം ചെയ്യാതിരിക്കണമാണോ എന്നും എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് റിബലായിട്ട് നിന്ന് നമുക്ക് വീട്ടിലെ വലിയ ആൾക്കാരാകാം എന്നുള്ളത്. നമ്മുടെ അനുവിൻ്റെ ഗെയിം. പേര് പറയാൻ പാടില്ലല്ലോ. അയ്യോ പേര് മിണ്ടാൻ പാടില്ല. ആ പേര് മിണ്ടിയ പ്രശ്നമാണ്. അയ്യടാ, പിന്നെ നമ്മുടെ അനുവിൻ്റെ ഗെയിം, അതായത് എന്ത് ഡ്യൂട്ടി കൊടുത്താലും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാവരും കൂടെ അപ്പോൾ വളഞ്ഞു വരും. മണ്ടന്മാരല്ലേ അവരെല്ലാവരും വളഞ്ഞു വരും. മണ്ടന്മാരെല്ലാവരും വളഞ്ഞു വന്ന് ആക്രമിക്കുക. അപ്പോഴത്തേക്കും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ആ ഒരു സംഭവത്തിലേക്ക് തന്നെയാണ് ഈ ലക്ഷ്മിയും കളിക്കുന്നത്, മസ്താനിയും കളിക്കുന്നത്. വേറെ വേറെ ഫോമിലാണെന്നേ ഉള്ളൂ. അനുവിൻ്റെ ഗെയിം തന്നെയാണ് അവരെല്ലാം കളിക്കുന്നത്. വേറെ വേറെ രീതിയിൽ കളിക്കുന്നതേ ഉള്ളൂ. അനു കുറച്ച് കുടുംബ പ്രേക്ഷകർ, മറ്റേ ലക്ഷ്മി കുറച്ച് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല, സോറി ഒന്നും ഞാൻ പറയത്തില്ല. മസ്താനി ഫുൾ ബീപ്പ്, നീ പോടാ ഞാൻ ചെയ്യൂല. ഈ 3ഉം ഒരേ ഗെയിമാണ് കളിക്കുന്നത്. പക്ഷെ 3 രീതിയിൽ കളിക്കണമെന്നേ ഉള്ളൂ. അതിൽ മസ്താനയുടെ ഗെയിം ആയിരിക്കും നമുക്ക് കാഴ്ചയിൽ ഭയങ്കര ദേഷ്യം തോന്നണം. കാര്യം തെറിയൊക്കെ പറയും, ചീത്ത വാക്കുകൾ ഉപയോഗിക്കും. നമുക്ക് അത്രയ്ക്ക് ലാംഗ്വേജ് ഒന്നും പിടിക്കില്ല, ബോഡി ലാംഗ്വേജ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് മസ്താനിയുടെ ഗെയിം ആയിരിക്കും നമുക്ക് ആദ്യം എവിടെ പോകണം എന്ന്. ബാക്കി 2 പേരും 2 മോഡാ. ഒരാൾ ഈ മോഡ്. ഞാൻ സോറി പറയാൻ പറ്റത്തില്ല എനിക്ക്. മറ്റത് അങ്ങനെയല്ല, ഞാൻ സോറി പറയണോ, എനിക്ക് പറ്റില്ല. അത് 2 മോഡാണ്. ഇത് 3ഉം ഒരേ ഗെയിമാണ്. പക്ഷെ ഇവിടെ
മസ്താനിക്കെതിരെ ഇഷ്ടം പോലെ കംപ്ലൈന്റുകൾ വന്നേക്കണം. ഒന്നാമത്തെ കാര്യം മോശം വാക്ക്, കൈകൊണ്ടുള്ള മോശം ലാംഗ്വേജ്, മോശം സൈൻ ലാംഗ്വേജസ് ഒക്കെ, അതുപോലെ തന്നെ തെറിവിളി. ഇതിലെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇപ്പം ആ വീട്ടിൽ നിൽക്കുന്നത് മസ്താനിയാണ്. ഒരു റിബലായിട്ട് നിൽക്കുകയാണ്, ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്താനിക്ക് 2 ആഴ്ച നോമിനേഷൻ കിട്ടി. ഇനി കാണേണ്ടത് ഈ വൈൽഡ് കാർഡൊക്കെ ഇനി വൈൽഡ് കാർഡ് അല്ല, അത് മനസ്സിലായിക്കോ. അടുത്ത ആഴ്ച തൊട്ട് ഈ ആഴ്ച തൊട്ട് അവർ വൈൽഡ് കാർഡ് മാറി. ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് കണ്ടറിയാം. ഇനി അടുത്ത ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മി പലതും വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതുപോലെ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അക്ബറിനെതിരായിട്ട് ഇന്ന് പറഞ്ഞ ഡയലോഗൊക്കെ വീട്ടിൽ നിന്നൊക്കെ എഴുതി പഠിച്ചുകൊണ്ട് വന്നിട്ട് കവലയിൽ നിൽക്കുന്ന മനസ്സിലായേ, സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ. എന്തായാലും അക്ബറിനെതിരെയാണ് കളിക്കുന്നത്. ആ ഒരു നമ്മുടെ പുറത്ത് നെഗറ്റീവായ ഗ്യാങ് ആരായിരിക്കും? അക്ബർ ഗ്യാങ്. അവർക്കെതിരായിട്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ ഇത് കളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ആര്യൻ്റെ പ്രശ്നം, ആര്യനും ലക്ഷ്മി നമ്മുടെ പ്രശ്നത്തിൽ ലക്ഷ്മി തന്നെയാണ് കുറ്റക്കാരി തുടക്കത്തിൽ. എന്നാൽ ആര്യൻ്റെ മണ്ടത്തരം കാരണം അത് മരമണ്ടനാണല്ലോ. ആ മരമണ്ടനാണെങ്കിൽ ഈ ഒരു ചെറിയ ഒരു വലിയ കുറ്റം ലക്ഷ്മിയുടെ തലയിലുണ്ട്, അതിനെ തൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ച് വലിയ കുറ്റമാക്കി മാറ്റും ആര്യൻ. മനസ്സിലായില്ലേ? ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ച് മണ്ടയിലേക്ക് എറിയും, എന്നിട്ട് അതിനെ വലിയൊരു കുറ്റമാക്കി ആര്യൻ തലയിലേക്ക് വെക്കും. ഈ ആര്യനെ നമ്മൾക്ക് വേണ്ടി വാദിക്കാനൊന്നും വിടരുത്. ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്, അതൊരു കാര്യം ചെയ്യൂ, നീ വാദിക്കുവോ, എൻ്റെ പ്രശ്നം എൻ്റെ ഭാഗത്തായിരിക്കും ശരി, ആര്യ നീ ഒന്ന് വാദിച്ചു തരുമോ, തീർന്ന്. പിന്നെ നോക്കണ്ട, നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ കൂടി അതിനെ കൊളവാക്കി കൊന്ന് കൊല വിളിച്ച് നമ്മൾ തെറ്റുകാരനാക്കി നമ്മുടെ തലയിൽ വെച്ച് തരും. അപ്പോൾ ആര്യൻ അങ്ങനെയാണ്, സ്വന്തമായിട്ടും കൂടി പുള്ളിക്കാരൻ സംസാരിക്കാൻ അറിയില്ല. പക്ഷേ ഇന്ന് ആര്യൻ ലക്ഷ്മിയോട് കുറച്ച് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡ്രസ്സ് എടുത്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതുപോലും ലക്ഷ്മി തിരിച്ച് കാണിച്ചിട്ടില്ല. ഭയങ്കര റൂഡായിട്ടുള്ള ബിഹേവിയറാണ്. ഈവൻ ലാലേട്ടൻ്റെ മുന്നിൽ പോലും എനിക്കത് ഫീൽ ചെയ്തു. അത് പുള്ളിക്കാരി അങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ റബ്ബലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണ് പുള്ളിക്കാരിയുടെ ഗെയിം. ഈ ഗെയിമിൽ പുള്ളിക്കാരി സക്സസ് ആവുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. കാര്യം പ്രത്യേകിച്ച് പുള്ളിക്കാരിക്ക് ഒന്നും ഉണ്ടാക്കാനും ഒന്നും ചെയ്യാനും ഒന്നും അറിയത്തില്ല. അറിഞ്ഞുകൂടെങ്കിലും ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു കുറവുമില്ല. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും കോമഡി. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി കിച്ചണിൽ സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചു, അത് നടന്നില്ല. എന്നാൽ ബാത്റൂമിൽ സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചു, അതും നടന്നില്ല. എന്നാൽ ഇതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സൂപ്പർ ആയിരുന്നു. മനസ്സിലായില്ലേ? സോ ഇത് തന്നെ പുള്ളിക്കാരുടെ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നതാണ് തോന്നുന്നത്. ഈ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് സംസാരിച്ചു, ലാലേട്ടൻ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ അങ്ങോട്ട് ഇതാവൂ, അക്ലിമൈറ്റൈസ് ചെയ്യൂ എന്ന് പറഞ്ഞത് ആ പ്രശ്നമുണ്ട് എന്നില്ല എന്ന് എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ തോന്നി പുള്ളിക്കാരി ഇങ്ങനെ തന്നെ നിൽക്കും. അത് ലക്ഷ്മിയുടെ ഗെയിമാണ്. ഓക്കെ, ലാലേട്ടൻ ഒറ്റയ്ക്ക് കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കാൻ, ആർക്ക് മനസ്സിലാവാൻ? അവിടെ ആർക്കും ഒന്നും കത്തത്തുമില്ല, ഒട്ടും കത്താത്ത ഹിന്റുകളൊന്നും കത്താത്ത ഒരു ബിഗ് ബോസ് ഗ്രൂപ്പാണെന്നാണ് തോന്നുന്നത് എനിക്കിത്. സീസൺ ഒരു ഹിന്റുകളും ഒരു കുന്തവും മനസ്സിലാവാത്ത ഒരു മത്സരാർത്ഥികൾ എന്തൊക്കെ പറഞ്ഞു തന്നാലും. അല്ല, പാവയെ കാണിച്ച് തന്നു ഇന്നലെ, അനുവിൻ്റെ പാവേനെ എടുത്തുകൊണ്ട് കാണിച്ച്. ആ പാവയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണെന്ന് വല്ല മനസ്സിലായോ എന്തോ എനിക്കറിഞ്ഞൂടെ. വല്ല ഹിന്റ് വല്ല മനസ്സിലായോ? ആർക്ക് എന്ത് മനസ്സിലാവാൻ? ഔട്ടായി 3 പേര്. അതിൽ നിന്ന് മനസ്സിലാക്കുക, ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരാണ് ഔട്ടായത്. അപ്പോൾ ഗ്രൂപ്പ് ഇതാക്കി ഒന്നിച്ച് കളിക്കുകയല്ല, ഒറ്റയ്ക്ക് കളിക്കുക. ഒന്നും മനസ്സിലായിട്ടില്ല. എവിടെ മനസ്സിലാവാൻ? നോക്കാം, നമുക്ക് നാളെ കാണാം. ബാക്കി ദോശപ്രശ്നം ഡിസ്കസ് ചെയ്തു. ദോശപ്രശ്നത്തിനകത്ത് അനു 2 ദോശ മതിയെന്ന് പറഞ്ഞ് അതൊക്കെ ലാലേട്ടൻ അങ്ങ് മാറ്റിക്കളഞ്ഞ്. ആദിലയും ജിസയിലും പറഞ്ഞ് സ്നേഹത്തോടെ വിളവണം. ആദില ഇപ്പം അനുവിന് എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അനുവിന് എഗൻസ്റ്റ് ആയിട്ട് നിന്നാലും നിന്നെങ്കിലും കളിച്ചാൽ മതി. ഇവിടെ ആർക്കും എഗൻസ്റ്റ് ആയിട്ട് നിന്നെന്ന് പറഞ്ഞു, അയ്യോ അനുവിന് എഗൻസ്റ്റ്, അയ്യോ അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുമില്ല. നന്നായിട്ട് കളിച്ചാൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അയ്യോ അനുവിൻ്റെ ഫ്രണ്ട് എന്തെന്ന്, നന്നായിട്ട് കളിച്ചാൽ ഉണ്ടാവും കൂടെ, അത്രേ ഉള്ളൂ. പിന്നെ നിവീൻ ക്യാപ്റ്റൻ ആയിട്ടുള്ളത്, നിവീൻ്റെ ക്യാപ്റ്റൻ ഞാൻ എപ്പോഴും പറയാം, നിവീൻ അവിടെ ഒരു എൻ്റർടൈനർ പ്ലസ് ഗെയിമറും കൂടിയാണ്. പക്ഷേ കൂടുതലും നിവീൻ ഈ ജോക്കർ രീതിയിലുള്ള ഇത് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ കാണിക്കുമ്പോഴത്തേക്കും നിവീൻ്റെ ഈ ഗെയിം മുങ്ങിപ്പോകും. പക്ഷേ നിവീനാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം ഗെയിമും ഇത് ചെയ്തത്. മൊത്തം ഗെയിമും പുതപ്പ് തൊട്ട് എല്ലാ ഗെയിമുകളും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് നിവീനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിവീൻ പാഷിലായിരുന്നു. ചിലപ്പം വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ നിൽക്കും, ചിലപ്പോൾ വീട്ടുകാരുടെ കൂടെ നിൽക്കും. ഇനി ഈ ആഴ്ച ആരുടെ കൂടെ നിൽക്കുമെന്ന് കണ്ടു കാണാം. ഇപ്പോൾ ഈ ആഴ്ച അവസാനം അനു മോളെ, ഐ ലവ് യു മോളെ എന്ന് പറഞ്ഞ്, സോറി മോളെ എന്ന് പറഞ്ഞ് നിൽപ്പതായി. ഇന്ന് ഈ ആഴ്ച അനുവിൻ്റെ എഗൻസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അനുവിൻ്റെ കൂടെ ആയിരിക്കാം. എന്തായാലും നിവീൻ അവിടെ അസാധ്യമായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കാം നിവീൻ എങ്ങനെ പോകുന്നുള്ളത്. പിന്നെ ഷാനവാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഞാൻ വരാത്ത നന്നായെന്ന്. അത് ഒളിച്ചോളലാണ്. ഷാനവാസിന്റെ ഗെയിം താഴോട്ട് പോയിട്ടുണ്ട്, ഇനിയെങ്കിലും പൊങ്ങി മുകളിലോട്ട് വരിക. ശൈത്യ അങ്ങനെ ഔട്ടായിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ശൈത്യ ഇപ്പം ഔട്ടാവുന്നതന്നെ നല്ലത്. കാരണം ശൈത്യക്ക് അത്യാവശ്യം നല്ല ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്. പരമാവധി ശൈത്യ കളിക്കാവുന്നതിൽ പരമാവധി കളിച്ചിട്ടുണ്ട്. ശൈത്യ ഞാൻ പറയില്ല, അനുവിൻ്റെ കൂടെ ആ ഫ്രണ്ട്ഷിപ്പ് കൂടേണ്ട ആവശ്യം ഇരുന്നില്ലെന്ന് ഇപ്പം തോന്നുന്നു. കാരണം അത് കാരണം ശൈത്യക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് നെഗറ്റീവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കട്ടപ്പ എന്ന പേരും കിട്ടി, നെഗറ്റീവായി. ഇനിയിപ്പോൾ എല്ലാവരും എവിടെ കണ്ടാലും കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അതാണല്ലോ ഈ ബിഗ് ബോസിൻ്റെ ഒരു നെഗറ്റീവ് വശം. എല്ലാവരും ആ പേര് വെച്ച് വിളിക്കും. അപ്പം തന്നെ ശൈത്യക്ക് തോന്നി അത് നേരത്താണോ എന്ന് എനിക്ക് തോന്നിയെന്നുള്ളത് തോന്നും. കാര്യം ആ ചെയ്തു വെച്ചത്, ആ തിരിച്ച് പറഞ്ഞത്, അതായത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇല്ലായിരുന്നു, അവളാണ് പറഞ്ഞത്, അങ്ങനെ ആ ഏത് നിമിഷം തോന്നിപ്പോവും. ഒന്നെങ്കിൽ അവിടെ അത് ഒറ്റയ്ക്ക് കളിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ഫ്രണ്ടിനെ തപ്പുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഇല്ലെങ്കിലും വേണ്ട അനീഷിനെ പോലെ ഇങ്ങനെ നടക്കുക, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. അടുത്ത സീസണിൽ മിക്കവാറും നടപ്പായിരിക്കും എല്ലാവരും.
അനീഷിനെ പോലെ അടുത്ത സീസൺ മൊത്തം ആൾക്കാർ നടപ്പായിരിക്കും, ഒന്നും മിണ്ടൂല, അതായിരിക്കും നടക്കാൻ പോണത്. അപ്പൊ എന്തായാലും ഇതാണ് എപ്പിസോഡ് നടന്നത്. അപ്പൊ നാളെ എന്തായാലും പുതിയൊരാഴ്ചയാണ്, നോക്കാം ഇനിയെങ്കിലും വല്ല ഗെയിം മാറും എന്നുള്ളത് കണ്ടറിയാം. ലാലേട്ടൻ വരുന്നു, ഇച്ചാക്ക മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറയുന്നു, വീട്ടിലേക്ക് വരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിഞ്ഞൂടെ? എന്റെ ഡ്രസ്സ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഓ അവിടെ ഉറങ്ങി തൂങ്ങിയിരിക്കുന്നു പറയണം, മനസ്സിലാവുന്നില്ലേ? ആ മനസ്സിലായി ലാലേട്ടാ. എടാ ഓണാഘോഷമൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു, എന്തൊരു ബോറായിരുന്നല്ലേ ഓണം. ഞാൻ ആലോചിച്ചോണ്ടിരുന്നതേ, ദൈവമേ നമുക്ക് ഈ സീസണിൽ ഓണം കിട്ടുകയാണ്, സൂപ്പർ ആയിരിക്കും. എന്തൊരു എപ്പിസോഡായിരുന്നു, ഓണം എപ്പിസോഡൊന്നും ഇല്ല. ഞാനത് പറയാൻ മറന്നു, ഇന്നലത്തെ ഇതിനിടയിൽ ഞാനത് പറയാൻ പറഞ്ഞു. ലാലേട്ടനൊക്കെ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണുക ഒരു വീട്ടിൽ കയറിയിട്ട്. സത്യമായിട്ടും എന്തൊരു രസമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവൊക്കെ, ഇതിനെക്കാട്ടി എന്തൊരു രസമായിരുന്നു വിഷു എല്ലാം അല്ലേ? ലാലേട്ടൻ വീട്ടിൽ വരുന്നു, മറ്റേ കോയിൻ എടുത്ത് കൊടുക്കുന്നു എല്ലാവർക്കും, എന്തൊരു ഡാൻസും പെർഫോമൻസും. അവരൊക്കെ ഡാൻസ് കളിക്കുന്നതിൽ എത്ര വഴക്കുണ്ടെങ്കിലും എന്തൊരു സ്നേഹവും എനർജിയും പോസിറ്റിവിറ്റിയും ആയിരുന്നു അല്ലേടാ. എനിക്കറിഞ്ഞൂടെ ഇത് എന്തൊരു നെഗറ്റീവാണോ എന്തോ ഇത് ഈ കണ്ടസ്റ്റൻസ്. ഞാൻ എല്ലാവരെയും പറയുന്നു, ഒന്നിനും ഒരു ഇല്ല, എന്തോ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഓണാഘോഷം ഉണ്ടായിരുന്നോ? മറ്റേ ലാലേട്ടൻ വീട്ടിൽ കയറിയിട്ട് ഭയങ്കര ഒന്നുമില്ലായിരുന്നു. ലാലേട്ടന് തന്നെ മനസ്സിനൊരു വിഷമം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ഒരുപാട് റീൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കിയ വ്യത്യാസം മനസ്സിലാക്കും. കഴിഞ്ഞ സീസണുകളും ഇപ്രാവശ്യത്തെ ഓണവും വെച്ചിട്ട് ഒരു ഗുമ്മും ഇല്ലായിരുന്നു. ദീപാവലിയെങ്കിലും നല്ലതായാൽ മതിയായിരുന്നു. ദീപാവലി ഉണ്ട്, വിജയദശമി ഉണ്ട്, ഇതൊക്കെ നന്നായാൽ മതിയായിരുന്നു. ഒന്നുമില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽസ് ഉള്ള സീസണാണ് ഈ സീസൺ. പക്ഷേ ഇത്രയും ഇങ്ങനെ ആയിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും ലാലേട്ടൻ അനീഷിന് സീറ്റ് കൊടുക്കും. അനീഷിന് ഇരിക്കാൻ പറ്റുന്നില്ലേ? സന്തോഷമായില്ലേ അനീഷ്? ആ നടുക്കം ഇരുത്ത്, ആദിലയുടെ നൂറയുടെ ഇടയിൽ അങ്ങോട്ട് പിടിച്ചിരുത്ത്. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, എല്ലാവരും കളിക്കണം. ലാലേട്ടൻ ആദ്യമായിട്ട് പറയണേ, ഒറ്റയ്ക്ക് കളിക്കണം. ഒന്നിച്ചൊന്നിച്ച് പോവാതിരിക്കുക, എവിടെ മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് കളിക്കൂ. ഷാനവാസും അക്ബറും കണ്ടില്ലേ ഒന്നിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു സ്നേഹം. ജിസേൽ എന്താണ് ജിസേലിന്റെ പാട്ട്? കണ്ണാൻ തുമ്പി പോയാമോ എന്നോരിഷ്ടം കൂടാമോ. അപ്പൊ അനീഷിന്റെ പാട്ട് എന്താ? കണ്ണാൻ തുമ്പി പോരില്ല എന്താണ് അനീഷേ ഇങ്ങനെ പോരില്ലെന്നൊക്കെ പറയണത്? പാവമല്ലേ? സ്നേഹം ഇതൊരു കൊടുത്തുവിടേ ആ കുട്ടിക്ക്. എന്റെ സ്നേഹം വേണോ ലാലേട്ടാ? സ്നേഹം വേണം, അനീഷിന്റെ സ്നേഹം വേണം, അവിടെ ഇരുന്നോളൂ. അത് കഴിഞ്ഞ് വൈൽഡ് കാർഡ് കൊടുത്ത പണി, വൈൽഡ് കാർഡിന് കിട്ടിയ പണിയും തമ്മിൽ എന്താ വ്യത്യാസം? ലക്ഷ്മി പണി കിട്ടി, പക്ഷെ പണി കൊടുക്കാനാണ് ഇഷ്ടം, മനസ്സിലായില്ലേ? പണി കൊടുത്തത് നമുക്ക് മതിയായിട്ടില്ല ലാലേട്ട. നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മാറ്റും, ഇവിടുത്തെ സിസ്റ്റംസ് മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് വാഷ്റൂം, അത് നമ്മൾ ഇനി വാഷ്റൂമായിട്ട് ഉപയോഗിക്കത്തില്ല. പിന്നെ കിച്ചണിനകത്ത് നമ്മൾ കുക്ക് ചെയ്യത്തില്ല. ചുമ്മാ പറഞ്ഞാണ്, പുള്ളിക്കാരി പറയണ കാണുമ്പോൾ തോന്നും എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നത്. ഒന്നും ചെയ്യാൻ കാഴ്ചയിലൊന്നും ഇല്ലെന്നേ, ഫലത്തിലൊന്നുമില്ല. ഇവിടുത്തെ വാഷ്റൂം, ഇവിടുത്തെ കിച്ചൺ റൂൾസ്, ഇതൊക്കെ മാറ്റാൻ നമുക്ക് താല്പര്യമുണ്ട്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അത് ആദ്യം തന്നെ വൈൽഡ് കാർഡോട് പറ. ലാംഗ്വേജിൻ്റെ കാര്യം, ലാംഗ്വേജ് അതൊന്ന് ശരിയാക്കണം, ഭാഷ ഒന്ന് ശരിയാക്കണം. പിന്നെ സില്ലി വഴക്കുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ ഒരു ബോർഡർ ഉണ്ട്, വൈൽഡ് കാർഡ് നമ്മൾ, അതൊക്കെ ഒന്ന് മാറ്റാൻ പറയണം. ഓക്കെ, പറയുമല്ലോ ലാലേട്ടാ? ഓ ശരി ലാലേട്ടൻ, ഓ ശരി. അപ്പൊ ലാലേട്ടൻ എന്താ അക്ബറേ? നല്ല പണിയല്ലേ കൊടുത്തത്? നല്ല പണിയാണ് കിട്ടിയത് ലാലേട്ടാ. എന്ത് ചെയ്യാൻ, ക്യാപ്റ്റനും പോയി എല്ലാവരെയും ഭരിച്ച് ഇവിടെ നന്നാക്കാമെന്ന് വിചാരിച്ചതാണ്. ഒന്നാമതേ ഞാനാണ് ഭരിക്കുന്നത്, വീട് ഓൾറെഡി ഞാനാണ് ഭരിക്കുന്നത്, എൻ്റെ ഗ്രൂപ്പാണ് ഭരിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഈ വീട്ടിലെ മൊത്തം ഭരണവും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം എന്താണ് അക്ബറിനെ കുറിച്ചുള്ള പരാമർശം ലക്ഷ്മി? ഓ ഇയാള് നാൽക്കവലയിൽ ഇരിക്കുന്ന പരാമർശിക്കുന്ന ഒരാളാണ്. സ്ത്രീ വിരുദ്ധത, അതേപോലെ തന്നെ ഫൗൾ ലാംഗ്വേജ്, അതേപോലെ തന്നെ കൂടെ ഇരിക്കാൻ എനിക്ക് അറപ്പാണ് തോന്നുന്നത്. ഇതെന്താ വാർത്ത വായിക്കുകയാണോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ലാലേട്ടാ, ഈ വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ അറപ്പാണ് എനിക്ക് തോന്നുന്നത്. ഓ അപ്പം അക്ബർ, അയ്യോ ഒന്നുമില്ലേ, ഞാനൊന്നും പറയുന്നേ. അപ്പം ഈ ആള് ഭക്ഷണം കഴിക്കാനുള്ള അതേ വാവച്ചിട്ട് വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ലാലേട്ടൊന്നുമില്ല, വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അക്ബർ, അയ്യോ എൻ്റെ പൊന്നെ, ഞാൻ അതിനുശേഷം ഭാഷ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ലാലേട്ട. അയ്യോ എന്നാലും അക്ബർ കുറച്ചും കൂടെ കുറയണം. ഇപ്പം അന്ന് 100 ഇപ്പൊ 90 ഇനിയൊരു 60-70 ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോഴും പോക്കാണ് കേട്ടോ. പപ്പാനിയൊക്കെ പോയി, കണ്ടില്ലയോ എന്തോ? ഈ ചെറുക്കന് വല്ല മനസ്സിലാവുന്നോ? ലാലേട്ട മനസ്സിൽ ഈ മറ്റ് കണ്ടസ്റ്റൻസ്, ഈ വന്നവരൊക്കെ, അതായത് ഈ അക്ബർ പറയണേ, ഈ വന്നവർ ഈ വൈൽഡ് കാർഡൊക്കെ മറ്റുള്ളവരുടെ ജീവിതം വെച്ചാണ് കളിക്കണത് ലാലേട്ടാ. അപ്പൊ ലാലേട്ട എന്നാലും നീ ഒന്ന് ശ്രദ്ധിക്കണം മോനെ, മനസ്സിലായില്ലേ? നീയാണ് ഇവിടുത്തെ തലവൻ ഗ്രൂപ്പില്. അപ്പൊ ലാലേട്ട, തുണി വേഴ്സസ് പണി എന്തായി? പറയൂ അക്ബർ. അയ്യോ ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റൻ തീരുമാനിക്കണമെന്ന് ലാലേട്ട. ക്യാപ്റ്റൻ ആണെങ്കിൽ ഏതോ പോലെയാണ് ഇരിക്കണത്. എന്താ ക്യാപ്റ്റൻ എന്താണ് ലാലേട്ട? ക്യാപ്റ്റനോട് എന്താ പ്രശ്നം ഇവിടെ? ജിഷിൻ ഇറങ്ങിയ സമയം കറക്റ്റ് ആയിരുന്നോ? ലാലേട്ട ഞാൻ ഇറങ്ങിയ സമയം കറക്റ്റ് ആയിരുന്നു. ആണോ? അങ്ങനെയാണോ അക്ബർ? ഇറങ്ങിയ സമയം കറക്റ്റ് അല്ല ലാലേട്ട. എന്നാൽ പിന്നെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, കറക്റ്റാ
ഇതടിച്ച സമയത്താണ് ജിഷൻ ഇറങ്ങണത്. എന്തായാലും സ്റ്റോർ റൂമിൽ ജിഷൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരൂ. അക്ബർ എടുത്തോണ്ട് വരുന്നു. നോക്കുമ്പോൾ ലാലേട്ടൻ സൈൻ ചെയ്ത ഡ്രസ്സാണ്. അത് ജിഷന് കൊടുക്കും. അയ്യോ ഭയങ്കര സന്തോഷം ലാലേട്ടാ, ഈ ഒരു ട്രോഫി ജയിച്ച സന്തോഷം ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. മസ്താനി മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ച് തെറികൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്ത് ഭാഷയാണെങ്കിലും നമ്മളും ഇതൊക്കെ കുറച്ച് കടന്നു വന്നതാണ്. ഓണമൊക്കെ കുറെ ഉണ്ടെന്നാണ് മോളെ, നമുക്കറിയാം കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേ. എന്താണ് സംഭവം? ഇതൊരു മൈൻഡ് ഗെയിമാണ് മോളെ. ഇതൊക്കെ നല്ല രസകരമായിട്ട് കളിക്കേണ്ട മൈൻഡ് ഗെയിമാണിത് കേട്ടോ. ഒരു തൊപ്പി, അതിനെ പിടിച്ച് വലിക്കാൻ കുറച്ച് ആൾക്കാർ വലിക്കുന്നു, പിടിക്കുന്നു, മുറിവുണ്ടാക്കുന്നു. എന്താണിത്? അനീഷ ബോധം കേട്ടോ നിങ്ങൾ. തൊപ്പി തലയിലല്ലേ വെക്കേണ്ട, കയ്യിലാണോ വെക്കേണ്ടത്? എൻ്റെ തലയിൽ മുണ്ടിട്ട് മൂടി ലാലേട്ടാ, എന്നിട്ട് എന്നെ ആക്രമണമായിരുന്നു. അയ്യോ അങ്ങനെയായിരുന്നോ? ഒരു ദിവസം കൂടി അനീഷപ്പത്തേക്ക് എങ്ങനെ കഷ്ടപ്പെട്ട് നിന്നത്? അയ്യോ ലാലേട്ട എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കടിച്ചു പിടിച്ച് നിന്നല്ലേ. ശരി ശരി ശരി. അയ്യോ അനുമോൾ. അപ്പോഴത്തേക്ക് ഒരാളെ ഇന്നലത്തെ ഓർമ്മയിലാണ്, ഇന്നലെ കിട്ടിയ ഹാങ് ഓവറിലാണ് ഇരിക്കുന്നത്. അനിമോൾ 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 എന്താ ലാലേട്ടാ, എന്താണ്? അല്ല ഇവിടെ ഉണ്ടോ? എന്താണ് അനീഷിന്റെ പ്രശ്നം? അനീഷേട്ടന് കുറേ മുറിവൊക്കെ ഉണ്ടായി കഴുത്തിലും മൂക്കിലും ഒക്കെ ആണല്ലേ. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാ അവിടെ ഇരുന്നോളൂ. എന്താണ് പ്രശ്നം? അനീഷ് ഷാനവാസിന്റെ കയ്യിൽ വല്ലതും കയറി കടിച്ചോ? എന്താണ്? സാബുമാൻ എന്താ പറയുന്നത്? എന്താ സാബുമാൻ ചിരിക്കാൻ എന്തെങ്കിലും പറയൂ. ലാലേട്ട അനീഷ് പ്രശ്നമൊന്നുമില്ല. അയ്യോ ഞാൻ മറന്നുപോയി, ആലോചിച്ച് ഇന്ന് സീസൺ കഴിയും. അല്ല സാബുമോൻ പറഞ്ഞല്ലോ അനീഷ് നേരെ കളിച്ചിട്ടിരുന്നു. അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു അല്ല. സാബുമോൻ പറഞ്ഞായിരുന്നു അനീഷ് ഒളിച്ചിരിക്കാതെ ഓടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മനസ്സിലായില്ലേ? നമുക്ക് കളിക്കാനാ. അത് ശരിയാണ്. പിന്നെ ലാലേട്ട എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, ഒന്ന് വിഷയ എന്ന് പറഞ്ഞു. ശരി. അപ്പം ഷാനവാസ് ഭാഷ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇല്ലെന്നറിയാം, പക്ഷേ ഭയങ്കര മോശം ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അച്ഛനെയൊക്കെ ചേർന്ന് വിളിക്കരുത് കേട്ടോ. ജിസേലിന് പരിക്ക് പറ്റി ഓക്കെ അല്ലേ? ലാലേട്ട സ്റ്റിച്ചും ഉണ്ട്, പക്ഷെ ഓക്കെ ആയി. ശരി. പിന്നെ പ്ലേറ്റ് തലയിൽ വെച്ചൊക്കെ അടിക്കാൻ പോയതിനാണ്. അത് പ്ലേറ്റ് തലയിൽ വെച്ചു. ഇതൊക്കെ പ്ലേറ്റൊക്കെ തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് രസകരമായി കളിക്കേണ്ട മൈൻഡ് ഗെയിം അല്ലേ? എന്തോ തൊപ്പി തലേന്ന് പറയുന്നതാ. മൈൻഡ് ഗെയിം ആണല്ലോ, രസകരമായി കളിക്കേണ്ടതാണ് ലാലേട്ടാ. അപ്പോൾ എന്തായിരുന്നാലും അപ്പോൾ അത് പോട്ടെ. ശരി. പിന്നെ അക്ബർ എന്താ പറയാനുള്ളത്? രേണു എങ്ങനെ കളിച്ചു? അയ്യോ രേണു ചേച്ചിയുടെ തല സമർപ്പിക്കലായിരുന്നു എൻ്റെ ജോലി ലാലേട്ടാ. രേണു ചേച്ചി ഒന്നും സഹകരിച്ചിട്ടില്ല. ശരി. ബിന്നിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ഏറ്റവും വീക്ക് ടീമായിരുന്നു ലാലേട്ട. എന്നാലും നമ്മൾ പരമാവധി കൊച്ചു കുട്ടികളായിരുന്നു എന്നാലും നമ്മൾ പരമാവധി ആരെയും ഹേർട്ട് ചെയ്യാതെ കളിച്ചു. എന്താണ് നൂറയ്ക്ക് പറയാനുള്ളത്? ഞങ്ങൾ ഒളിച്ചിരിക്കാനൊക്കെ നോക്കി ലാലേട്ട, ഒളിച്ചിരിക്കാൻ നോക്കി. ശരി. അതായത് കൺഗ്രാജുലേഷൻ നൂറ ഒരു സെൽഫിഷ് ആണെന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷിനെ ഒന്ന് എക്സ്പോസ് ചെയ്യണമായിരുന്നു കേട്ടോ. അവിടെ ലാലേട്ടൻ ചെയ്തില്ല. അത് അഭിലാഷിന് നല്ല വിഷമമുണ്ട്. അത് കുഴപ്പമില്ല ലാലേട്ടോ, സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാൻ എടുക്കുകയാണ്. എന്നാലും ഇച്ചിരി വിഷമമുണ്ട്. ഇതിപ്പോൾ എന്തേ ഒന്നും പറയാൻ പറ്റില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാൻ എടുക്കുകയാണ് ലാലേട്ടാ. ഒനിയിൽ എന്താണ്? അത് എനിക്ക് ഹുക്കിടാൻ പറ്റില്ല ലാലേട്ടാ, പോയി കയ്യിൽ നിന്ന് പോയി. ഗെയിം തന്നെ. ശരി. ലൈഫ് സ്റ്റോറിയൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ജിഷിനാണല്ലോ ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ടല്ലേ. എന്തായാലും ഒരാളെ പോയി, ഒന്നും കൂടെ ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ, ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. ഒരാളെ പോയി എല്ലാവരും കൂടെ ആക്രമിക്കരുത്. അപ്പോൾ അവിടെ ഒരാളെ പോയി എല്ലാവരും കൂടി ഇതാരും കേൾക്കണതും ഇല്ല. ഇത് മിക്കവാറും പോക്ക് തന്നെ. ലാലേട്ടൻ പോയി ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ജിഷിൻ എൻ്റെ ഈ ഷർട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കും. പുള്ളിക്കാരന് ട്രോഫി കിട്ടിയതുപോലെയാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ഡ്രസ്സ് മോളിൽ കിടക്കണുണ്ട്. എന്താണ് അത്? എൻ്റെ ഡ്രസ്സാണ് ലാൽ. എന്താണ്? ലക്ഷ്മിയുടെ ഡ്രസ്സാണോ? അതെ. അതിവിടെ ആര്യൻ ഇവിടെ വാഷ്റൂമിൽ വന്നിട്ട് സോഫയിൽ ഡ്രസ്സ് ഇട്ടേക്കുന്നു. സോ ഞാനത് കണ്ടു. ഞാനത് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു. 5 മിനിറ്റൊക്കെ വന്നില്ല. സോ ഞാൻ താഴെ എടുത്തിട്ടു. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അല്ലേ? എന്താണ് ആര്യൻ? ലാലേട്ട റൂള് മോനെ, റൂള് നിങ്ങളൊക്കെ അങ്ങ് ഫോളോ ചെയ്യും. നീ കാര്യം പറ മോനെ. ലാലേട്ട അത് പ്ലെയിൻ വൈറ്റ് ഷർട്ടാണ് ലാലേട്ട. ഞാൻ പ്രസ് ചെയ്ത് വെച്ച ഷർട്ടാണ് ലാലേട്ട. അതെടുത്തിട്ട് താഴെയിട്ടിരിക്കുന്നു ലാലേട്ട. ക്ലോസറ്റിലെടുത്തിട്ടേക്കുന്നു. അത് മാത്രമല്ല ലാലേട്ട, എൻ്റെ ഡ്രസ്സ്, ജിസേലിൻ്റെ ഡ്രസ്സ്, അതേപോലെ തന്നെ മോനെ നീ കാര്യം പറയൂ. ഇതെന്തോ നാടകമോ? ലാലേട്ട ഞാൻ പറയാം. എൻ്റെ ഡ്രസ്സ്, ജിസേലിൻ്റെ ഡ്രസ്സ്, റെനിൻ്റെ ഡ്രസ്സൊക്കെ ക്ലോസറ്റിനകത്തിട്ടേക്കുന്ന ലാലേട്ട. ക്ലോസറ്റിൻ്റെ അടുത്ത് അത് നിറച്ച് വൃത്തികേട്. പിന്നെ കക്കൂസ് ടീമിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഞാൻ എക്സ്ക്യൂസ് മീ, കക്കൂസ് ടീം എന്ന് പറയരുത്, വാഷ്റൂം ക്ലീനിങ് ടീം എന്ന് പറയണം. ലക്ഷ്മി അപ്പോൾ ലാലേട്ടൻ ചിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ വാഷ്റൂം ടീം പറയാണ്.
അതൊന്നും പറ്റത്തില്ല എന്ന്. അത് പടക്കുന്ന പുതിയ ലൈമ പറ്റത്തില്ല ലാലേട്ടാ. മോനെ നീ എന്തോന്നാണ് ഈ പറയുന്നത്? ലക്ഷ്മി എന്താണ് ലക്ഷ്മി ഇത് ആരോടും പറഞ്ഞില്ലേ? ഞാൻ ഇവിടുത്തെ എൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അതിനകത്ത് ഒരു സോറി പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ മുഷിഞ്ഞ തുണികളൊന്നും എൻ്റെ കൈകൊണ്ട് പോലും തൊടത്തില്ല. ഞാനൊരു കവർ എടുത്തിട്ടിട്ട് ഇങ്ങനെ മാറ്റി ഇടുകയുള്ളൂ. ബിക്കോസ് ഇതിൽ നിന്നൊക്കെ സോ മെനി ബാക്ടീരിയാസ് ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ്. സോ ഞാനതൊന്നും തൊടാറില്ല കൈകൊണ്ട്. എനിക്ക് തൊടാൻ ആഗ്രഹവുമില്ല. ഞാൻ 5 മിനിറ്റിൽ ഇവിടെ വന്ന് പറഞ്ഞു, ആരും കേട്ടില്ല. സോ ഞാൻ അവർക്കൊരു വാർണിംഗ് കൊടുത്തതാണ്, 5 മിനിറ്റിനകം എടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പുറത്തേക്ക് എടുത്ത് എറിയും എന്നുള്ളത്. സോ അവരത് ചെയ്തില്ല. എനിക്ക് ചെയ്യാൻ ഞാൻ നിന്നില്ല, ഞാൻ തന്നെ. അപ്പോൾ എന്താണ് ജിഷിൻ പറയാനുള്ളത്? ജിഷിൻ പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു സത്യമായിട്ടും. അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. അതാണ് ജിഷിൻ പറയാത്തതാണ് പ്രശ്നം. എന്താണിത്? ജിഷിന്റെ ഭാഗത്താണല്ലോ തെറ്റ്. ജിസേൽ എന്താ പറയണത്? ലാലേട്ട ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യായിരുന്നു, ഫുഡ് ഉണ്ടാക്കിയായിരുന്നു, ഫുഡ് കയ്യിലെല്ലാം അഴുക്ക്. ഈ ആള് വന്ന് ഈ കുട്ടി, ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി ബോസിയാണ്. 5 മിനിറ്റ് വെയിറ്റ്, ഞാൻ എങ്ങനെ കിച്ചണിൽ വരും? നമ്മൾ കുളിക്കാനുള്ള ഡ്രസ്സാണ് എടുത്തു വെച്ചത്. സോ ഇറ്റ്സ് വെരി ക്രൂവൽ ആൻഡ് റൂഡ്. ഇറ്റ്സ് വെരി ബോസി ലാലേട്ടാ, വെരി ബോസി. ഇത് പറയാത്തതിന്റെ പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. ഇവരെ ക്യാപ്റ്റൻ ആക്കിയത് ജിസേൽ. പിന്നെയും ഇവരെ നമ്മളെല്ലാവരും വളരെ കൺസിഡർ ചെയ്തു, വൈൽഡ് കാർഡ്സിനെ ക്യാപ്റ്റൻ ആക്കി. ഇവരെ എല്ലാം ചെയ്തിട്ട് വളരെ പാർഷ്യൽ ആൻഡ് റൂഡാണ് ലാലേട്ട, ബോസിയാണ് ലാലേട്ട. ഓക്കെ, ബോസി ആയിരുന്നോ? ലക്ഷ്മി ബോസി ആയിരുന്നോ? അവിടെ ഇപ്പോഴും ഡ്രസ്സുകളുണ്ട്. ലാലേട്ടൻ്റെ ലാൽ സാറിന് പോയി നോക്കാമെങ്കിൽ നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും പോയി നോക്കാമെങ്കിൽ നോക്കാം. അവിടെ ഡ്രസ്സ് ഒരുപാട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ വാഷ്റൂമിൽ ഡ്രസ്സുണ്ട്. സോ ഇതൊക്കെ ഇവിടെ വളരെ റൂൾ ബ്രേക്കാണ് നടക്കുന്നത്. റൂൾസ് ഒന്നും ഇവർ ഫോളോ ചെയ്യുന്നില്ല. എന്താണ് പ്രശ്നം? വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ലക്ഷ്മി പറഞ്ഞ പോലെ പ്രവീൺ എന്താണ് പ്രശ്നം? ഇവർ ബാത്റൂമിൽ ഡ്രസ്സ് ഇടുന്നുണ്ട് ലാലേട്ടാ. ശരി. അപ്പൊ എന്തായാലും ഈ ടീം തന്നെ ആയിരുന്നില്ലേ കിച്ചണിലും? അപ്പൊ ജിസേല് ഇവർ ഒരു തലത്തും ഇവർക്ക് റേഷൻ തീർന്നു, ഇവർക്ക് ഒരു ഫുഡും ഉണ്ടാക്കില്ല. അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം. പച്ചക്കറി തീർന്നു, ഒന്ന് പരിപ്പ് വെള്ളം പോലെയാണ് ലാലേട്ട, വെള്ളം പോലെ. അപ്പോൾ ഒനിയിൽ പിന്നെ കിച്ചണിൽ നമ്മളാണ് ഇപ്പോൾ ഏറ്റെടുത്തത് ലാലേട്ട. ഓൾറെഡി ഇവർ ആൽഫ മെയിലും ആൽഫ ഫീമെയിലുമാണ്. സോറി ഒരു കാര്യത്തിനും പറയില്ല, വന്നപ്പോൾ തൊട്ട് റൂള് മാറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ എനിക്ക് ഇവർ വൻപൻ പരാജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ലക്ഷ്മി എന്താണ് കുക്കിംഗ് അറിയോ? കുക്കിംഗ് എനിക്ക് അറിയില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഏറ്റെടുക്കാൻ പോയത്? എനിക്ക് അവർ തന്നു, ഞാൻ ഏറ്റെടുത്തു. എനിക്ക് പക്ഷെ കുക്കിങ്ങും അറിയില്ല, ബാത്റൂം ക്ലീനിങ് ഒന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പിന്നെ തുണി ഞാൻ കൈ കൊണ്ട് തുടത്തുമില്ല. സോ പിന്നെ എന്താണ് അറിയുന്നത്? എനിക്ക് ബേസിക്കലി ഒന്നും അറിയില്ല. പിന്നെ എന്തിനാണ് റൂൾസ് മാറ്റിയേ പറ്റത്തുള്ളൂ. ഇവരുടെ റൂൾസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ വന്നാലും പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറയരുത്. നിങ്ങൾ ഫുൾ സാമ്പാർ വെച്ചപ്പോൾ ഞാൻ ഫ്ലോപ്പായി, രണ്ടാമത് വെച്ചപ്പോൾ ഹിറ്റായി. എന്തായിരുന്നാലും എനിക്ക് പറ്റത്തില്ല അതൊന്നും ചെയ്യാൻ, മനസ്സിലായില്ലേ? അപ്പോൾ അറിയാത്ത കാര്യം ചെയ്യാൻ നിൽക്കരുത് ലക്ഷ്മി, അത്രേ ഉള്ളൂ പറയാൻ. കണ്ടോ അനുമോൾ എന്തൊന്നാണ്? അനുമോൾ കണ്ടില്ലേ കിച്ചണിലൊക്കെ നിന്ന് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട്. പിന്നെ ദോശ പ്രശ്നം എങ്ങനെ വന്നത്? അത് ദോശ ചെറുതായി, അല്ല എന്താണ് പറയൂ, പറയൂ. ദോശ ചെറുതായി പോയി. അപ്പോൾ ആദ്യം ഞാൻ പറയാം ലാലേട്ടാ, ഈ പുള്ളിക്കാരി ഈ അനു എന്ന് പറഞ്ഞ കുട്ടി ദോശ ഫുഡ് വയറ് നിറയാനാണ് കൊടുക്കുന്നത്, അല്ല നമ്പർ നോക്കിയല്ല നമ്മളിവിടെ കൊടുക്കുന്നത്, എണ്ണത്തിലല്ല, വയറ് നിറയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ് ഈ അനു പറയാണ് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, ഈ 2 എണ്ണം കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അനു അല്ല ഒരാൾക്ക് 3-4 എണ്ണം വെച്ച് കൊടുക്കാനൊന്നും നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും പരാതി വരില്ല ലാലേട്ടാ. അപ്പോൾ ലാലേട്ടൻ അനുമോൾ നന്നായിട്ടൊക്കെ ചെയ്യുന്നില്ല, പിന്നെ എന്ത് പറ്റി? ഇന്നലെ കിട്ടിയത് കൊണ്ട് ഇന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണ് അനുമോള് പറഞ്ഞില്ല ലാലേട്ടാ, പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന്. ഇപ്പൊ ജിസേല് പറഞ്ഞിരുന്നു. ജിസേൽ എന്ത് നന്നായിട്ടാണ് ലൈവ് ദോശയൊക്കെയാണ് നമുക്ക് ചുട്ടു തരുന്നത്. അപ്പൊ അനു അപ്പോഴത്തേക്കും ജിസേൽ ലൈവ് ദോശയൊക്കെ ഉണ്ടാക്കി തരും. എന്ത് സ്നേഹത്തോടെ ഉണ്ടാക്കി തരും ലാലേട്ട. സ്നേഹമാണ് ഭക്ഷണത്തിൽ വേണ്ടത്. ഞാൻ സ്നേഹത്തോടെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും, അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി, മനസ്സിലായില്ലേ? അല്ല ചിലരെ പോലെയൊന്നും അല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആര്യൻ അതെ ജിസേൽ എന്ത് നന്നായിട്ട് ഉണ്ടാക്കും. ശരി, ആര്യൻ ലക്ഷ്മിയുടെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുമോ? ലാലേട്ട ഞാൻ എടുത്ത് കൊടുക്കാം. നീ എങ്ങനെ എടുത്ത് കൊടുക്കും? അത് പിന്നെയും ആ ജയിലിലുള്ള മരമുണ്ട്, ആ മരത്തിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി കിട്ടിയിട്ട് പോവും. നീ എങ്ങനെയെങ്കിലും എടുത്ത് കൊടുക്കുക കേട്ടാ. കൊടുക്കണം കേട്ടോ. അതിനകത്ത് അവിടെ എന്താണ്, അവിടെ ആരാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നിവീനാണോ? ലാലേട്ട എന്താണ് അവിടെ കഴിക്കുന്നത്? അത് പിന്നെ ലാലേട്ട ഞാൻ പായസവും ആരോ കഴിച്ചു വെച്ച മാത്രി വെച്ച പായസം, പിന്നെ ഞാൻ കഴിക്കുന്നത് കേസരിയാണ് ലാലേട്ട. എന്താണ് അല്ലേ? എന്താണ് നിവീൻ നീ അല്ലേ എന്ന് പറയുന്നത്? അങ്ങനെയല്ല ലാലേട്ട, ഒരു ആട് പോലെ ആയിരിക്കണം. അല്ലേ ഇതാണ് ലാലേട്ട. എന്തായിരുന്നാലും എന്താണ് മോനെ നീ ഉറക്കം മാത്രമേ ഉള്ളല്ലോ. അത് ഞാൻ പിന്നെ ലാലേട്ട ഉറക്കത്തിൽ ഞാനിങ്ങനെ ഊളിയിട്ട് പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം എന്നാണ് പറയുന്നത് ലാലേട്ട. അങ്ങനെ ഉറങ്ങണമെങ്കിൽ മോൻ വീട്ടിൽ പോയി കിടന്ന് കുറച്ചും കൂടി കിടന്ന് ഉറങ്ങേണ്ടി വരും. ഞാൻ 100 റൗണ്ട് ഓടി ലാലേട്ട. ശരി, എന്താണ് അനീഷ് നിവീനെ കുറിച്ച് പറയാനുള്ളത്? നന്നേ പരാജയം ആണോ?
പിന്നെ സ്റ്റോർ റൂമിൽ പോയി കിടന്നോ നിവീൻ? അത് പിന്നെ ചിലപ്പോൾ ഉറക്കം വരുമ്പോൾ ഞാൻ സ്ഥലം നോക്കാറില്ല ലാലേട്ടാ. ശരി, എങ്ങനെയാണ് ലക്ഷ്മി എന്താ പറയുന്നത്? നല്ല ക്യാപ്റ്റൻ ആയിരുന്നോ നിവീൻ? ഫുഡിൻ്റെ കാര്യത്തിൽ പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ മത്സരങ്ങളിലും പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. ഒരു ഗ്രൂപ്പിൽ തന്നെ നിന്നിട്ടില്ല. എല്ലാവരുടെ ഇൻഡിവിജ്വലായിട്ട് തന്നെ നിന്നതാണ് നിവീൻ. ഓക്കെ. അക്ബർ, ഗ്രൂപ്പ് പൊട്ടിക്കാൻ വന്നവർ തന്നെ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നില്ല ആരേട്ടാ, എന്തൊരു മോശമാണിത്. മസ്താനി ലക്ഷ്മിയൊക്കെ നമ്മളിപ്പോൾ ഞാനും അപ്പാനിയും ഗ്രൂപ്പ് ഇവർ തന്നെ ഗ്രൂപ്പായിട്ട് കിടക്കുകയാണ്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ നിവീൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻ ആര്യൻ്റെ ലക്ഷ്മിയുടെ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ ഈ നിവീനെ പോയി വിളിച്ചപ്പം ഈ നിവീൻ പറയാൻ ഒന്നും കൂടെ മൂക്കട്ടെ അപ്പം വരാമെന്ന്. എന്ത് ക്യാപ്റ്റനാണ് അവൻ? ലാലേട്ട, ഞാനൊരു കാര്യം പറയട്ടെ, കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു, അത്രേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അക്ബർ, വൈൽഡ് കാർഡ്സിനെ ഇവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാലേട്ട. ശൈത്യ, റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ലാലേട്ട ഈ നിവീൻ എടുക്കുന്നില്ല. പിന്നെ തിരുവോണ ദിവസമായിരുന്നു, ആ സമയത്താണ് ഇവർ വെസലൊന്നും ക്ലീൻ ചെയ്തിട്ടിരുന്നത്. ബിന്നി, വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം മാറ്റങ്ങൾ വളരെ പ്രസക്തമായി നിവീനിൽ കണ്ടു. പിന്നെ പണി വേഴ്സസ് തുണിക്കകത്ത് നിവീൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഡ്രസ്സൊക്കെ മാറ്റി വെക്കേണ്ടതായിരുന്നു, പക്ഷെ വൈൽഡ് കാർഡ്സിനെ സഹായിച്ചു. അപ്പം എന്താണ് പരാതിപ്പെട്ടിയിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരാതിയുള്ളത്? ആർക്കെതിരെയായിരിക്കും? നിവീൻ. ഞാൻ പറയാം ലാലേട്ടാ, ഈ അക്ബറിനായിരിക്കും. ഗുണ്ടാ ഗ്യാങ് അല്ല മോനെ, ഇവിടെ ഇരിക്കുക. പരാതിപ്പെട്ടി വന്നിരിക്കുന്നത് മസ്താനിക്കെതിരാണ്. അപ്പോൾ മസ്താനി, ഞാനിവിടെ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലാലേട്ടാ. കഴിക്കാൻ വലിയ നാക്കാണ് ലാലേട്ടാ, പക്ഷെ കഴിച്ച പാത്രം കഴുകി വെക്കാനുള്ള ഇതുപോലും വെക്കില്ല. അപ്പോൾ ലാലേട്ട്, ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ നല്ലതാണെന്ന് മോള് പറഞ്ഞിട്ടില്ലേ? മസ്താനി, പറഞ്ഞു, ഞാനത് ക്രെഡിറ്റായിട്ട് എടുക്കുന്നു. ഓ ശൈത്യ, പുറത്തെ കാര്യവും വളരെ പേഴ്സണലായ കാര്യങ്ങളുമാണ് പറയുന്നത്. റെനയുടെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം, പിന്നെ അറബിക് കല്യാണം, പിന്നെ അങ്ങനെ പീനട്ടോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മസ്താനി, എന്താണ് മസ്താനി ഇത്? എത്ര പ്രാവശ്യമാണ് നിങ്ങൾക്ക് വാണിംഗ് തന്നത്? അത് ലാലേട്ട എൻ്റെ പേര് പറഞ്ഞിട്ട് 3 പ്രാവശ്യം തന്നിട്ടുണ്ട്. അങ്ങനെ തന്നു. ആര്യൻ എന്താ പറയണേ? ലാലേട്ട, ഇവൻ മനഃപൂർവ്വം നല്ല മത്സരാർത്ഥികൾ ഡൗൺ ആക്കിയാണ് ലാലേട്ട. പുറത്തെ കാര്യം പറഞ്ഞ് ഡൗൺ ആക്കിയാണ്. എനിക്കറിയാം ഞാൻ ഹീറോ ആയിരിക്കുന്നു, പക്ഷെ എന്നെയൊക്കെ വളരെ മോശമായിട്ടാണ് പറയുന്നത് ലാലേട്ട. നമ്മളെ മാനസികമായി തകർക്കുകയാണ് ലാലേട്ട ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്കും അക്ബർ, രേണു ചേച്ചിയൊക്കെ വിധവാ കാർഡ് ഇറക്കി എന്നാണ് ഈ കുട്ടി പറയുന്നത്. ആ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അവിടെ. ആദില, റെനയുടെ ഫാമിലി കാര്യമൊക്കെ എടുത്തിട്ടിട്ട് വളരെ മോശമായിട്ട് റോക്കറ്റ് എന്നൊക്കെയാണ് വിളിച്ചേക്കണത് ലാലേട്ട. മസ്താനി, ഞാൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഞാൻ പലതും പറയും, ഞാൻ അത്രയും ഞാൻ ചെയ്തുള്ളൂ, ഞാൻ എല്ലാവരും ഇനി ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ജിസേൽ, യു ലുക്ക് പ്ലാസ്റ്റിക്, അതുപോലെ യു ആർ ഫേക്ക് എന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ മസ്താനി, പറ്റിയ അവസരം, അടുത്ത തീയെടുത്തിടാം. അത് ഞാനല്ല പറഞ്ഞത്, അത് അനു എൻ്റെ ചെവിയിൽ പറഞ്ഞതാ. അപ്പൊ ജിസേൽ, ഓ ഷുവർ അനു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അനു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ആരുടെ മുഖത്തൊന്നും നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ ആരെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടുമില്ല. അനു. അപ്പോഴത്തേക്കും ജിസേൽ, എന്തിനാ ചെവിയിൽ പറയുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയൂ. പിന്നെ അനു എന്താണ് അനു പറയാനുള്ളത്? ലാലേട്ട, ഞാൻ ഈ വൈൽഡ് കാർഡുകളെ ഒന്നും ചെയ്യില്ല, അവരും പാവങ്ങളല്ലേ, അവർ ഇപ്പൊ ഇവർ വിളിക്കണത് ഞാൻ അവരുടെ ക്യാപ്റ്റൻ ആണെന്ന്, അവർ എന്നെ കുറിച്ച് ഒന്നും പറയൂല. ശരി, ലാലേട്ടൻ പറയണം, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് മസ്താനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ പണിഷ്മെന്റ് ഒരു കാര്യം ചെയ്യൂ, 2 ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷൻ. സന്തോഷമായില്ലേ? പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി ഡ്രസ്സ് ഇടണ്ട. താങ്ക് യു. അങ്ങനെ എന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടല്ലോ, ലോകത്തുള്ള സർവ്വ മലയാളികളും. താങ്ക് യു. ഞാനൊരു കാച്ചി സൂപ്പർ ആയിരിക്കും ഞാൻ വൈൽഡ് കാർഡായിട്ട് എന്നൊക്കെ മസ്താനി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി മസ്താനി മാറി നിൽക്കുന്നത്. എന്താണ് പ്രശ്നം? എന്താണ് ലക്ഷ്മി പ്രശ്നം? 12 തൊട്ട് 1 മണി വരെ സമയത്തിൽ നമുക്ക് പാത്രമൊന്നും കഴുകാൻ പറ്റത്തില്ല. അയ്യോ, അതെന്താണ്? അത് ഡ്യൂട്ടി ടൈം ആണെങ്കിലും നമുക്ക് ഉറക്കം വരും, നമ്മൾ വേണമെങ്കിൽ രാവിലെ എണീറ്റ് കഴുകാം, അല്ലാണ്ട് 12-1 മണിക്കൊന്നും നമുക്ക് പാത്രം കഴുകാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അക്ബർ, ഓണമായിരുന്നു ലാലേട്ട അടുത്ത ദിവസം, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അന്ന് തന്നെ പാത്രം കഴുകി കിടക്കാൻ പറഞ്ഞത്. ബിന്നി റെഡിയായിരുന്നു, മസ്താനിക്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം ഒനിൽ, അന്ന് ലേറ്റായാണ് ഫുഡ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ആ ഫുഡ് ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ടാണ് കിടന്നത്. മനസ്സിലായില്ലേ? രാവിലെ അവർ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബിന്നി, ആരും സുഖിക്കാനൊന്നും അല്ല വന്നത്, എല്ലാവരും പാത്രവും പാത്രമൊക്കെ എല്ലാവരും ഇവിടെ ആദ്യം ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, ഡ്യൂട്ടി ചെയ്തിട്ടേ നമ്മൾ കിടക്കത്തുള്ളൂ. ഓക്കെ, വളരെ ചീപ്പായിട്ടുള്ള ബിഹേവിയറാണ് ഈ മസ്താനിയൊക്കെ ചെയ്യുന്നത്. ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് ലാലേട്ടൻ നമ്മളെയൊക്കെ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ റൂൾസ് പാലിക്കാത്തത് ലാലേട്ട. ഒനിൽ, മസ്താനി, ഇപ്പോൾ ഇവർ 2 ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ലാലേട്ട. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പോലും പറ്റത്തില്ല, അപ്പോഴത്തേക്കും ഇതായി പോവും, ലക്ഷ്മി എണീറ്റ് പോവും. അപ്പോൾ അക്ബർ പറഞ്ഞു, നിനക്കല്ലേ അറപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇരിക്കുക, അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് പോട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട്
അല്ല അപ്പാനി അക്ബറും ഗ്രൂപ്പായി, ബാക്കി എല്ലാവരും സാബുമാൻ. എന്താ സാബുമാൻ്റെ അഭിപ്രായം? അപ്പാനി അക്ബർ മാത്രം ഗ്രൂപ്പാണ്, ബാക്കി എല്ലാവരും ഒറ്റക്കൊമ്പന്മാരാണ്. ശരി ശരി, അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ നോക്കുന്നുണ്ട്, ആ കൂടെ നിന്ന് ചതിക്കുകയാണല്ലേ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് സാബുമാൻ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് ലാലേട്ടൻ, അക്രമൈസേഷനാണ് വേണ്ടത്, അതായത് നമ്മൾ കൂടിച്ചേരുക. നമ്മൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇഴകി അങ്ങ് ചേരുക, അതാണ് വേണ്ടത്. അപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതെയാവും. പ്രശ്നമുണ്ട്. ആരാണത്? ലക്ഷ്മി, ഞാനാണ്. പ്രശ്നമുണ്ട്, പ്രശ്നമാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒനീലിൻ്റെ ഡിഷ് കുളമായത് കൊണ്ടാണ് അന്ന് നമുക്ക് 12 to 1 o'clock നമുക്ക് പാത്രം കഴുകാൻ പറ്റാത്തത്. അപ്പോൾ ലാലേട്ടൻ, തീരുന്നില്ലല്ലോ പ്രശ്നം, ഡിഷൊക്കെ ലക്ഷ്മിയുടെ ഒന്നും കുളമായിട്ടൊക്കെ ഇല്ലേ, പിന്നെ എന്ത് വേടേ തീരുന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. അടുത്ത എവിക്ഷൻ എല്ലാവരും എണീറ്റിക്ക്. ഷാനവാസും അക്ബറും എല്ലാം സേവ്ഡ് അവിടെ ഇരുത്തുന്നു. അത് കഴിഞ്ഞ് ആര്യൻ ജിഷയിലും കൺഫെഷൻ റൂമിലേക്ക് പോകൂ. ആര്യൻ, എന്തൊക്കെ സംഭവിച്ചാലും നീ കളിക്കണം. നീ ഇപ്പോൾ വളരെ ഹ്യൂമാനിറ്റി കളഞ്ഞ് നീ കളിക്കാൻ നോക്കണം, മനസ്സിലായില്ലേ? ഗെയിമറായിട്ട് കളിക്കണം. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ, വെരി ഡിഫിക്കൾട്ട്. നീ കളിക്കണം, ഗെയിം കളിക്കണം, മനസ്സിലായില്ലേ? ഗെയിം, ഹ്യൂമാനിറ്റി വിട്ട് കളയരുത്, ഗെയിം കളിക്കണം. അത് കഴിഞ്ഞിട്ട് അവരിറങ്ങുന്നു. അത് കഴിഞ്ഞ് അനുമോള് ശൈത്യാകത്ത് കയറുന്നു. അനു, എനിക്ക് വയ്യ, ഞാൻ പൊക്കോളാം, നീ എല്ലാവരും നീ എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിക്കണം. അങ്ങനെ പറയരുത്, അങ്ങനെ നീ ഇപ്പം പറയരുത്. ഇല്ല, നീ എല്ലാവരുടെ അടുത്ത് സംസാരിക്കണം. നീ എന്നെ ഒരുപാട് വിഷമിച്ചിട്ട് അങ്ങനെ പറയരുത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഗെയിമും കൂടെ പറഞ്ഞോട്ട് അനു, അവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഒന്നും കൂടെ ഒറ്റപ്പെടലെടുക്കാം. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. എന്നെ ആകെക്കൂടെ വൈൽഡ് കാർഡ്സ് മാത്രമാണ് ഇതാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്. എന്നാലും നീ എല്ലാവരോടും ഇതാവണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ശൈത്യ എവിക്റ്റ് ചെയ്യുന്നു. ലാലേട്ടൻ്റെ അടുത്ത് വരുന്നു. അങ്ങനെ പോകുന്നു. ലാലേട്ടൻ ശൈത്യയെ വിടുന്നു. ലാലേട്ടനും പോകുന്നു. അടുത്ത ആഴ്ച മറ്റേ സർക്കസ് കൂടാരോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഷാനവാസ് സംസാരിക്കുന്നത്. എത്ര നന്നായി ഞാൻ ഇതിനകത്ത് ഇല്ലാത്തത്. ഇത്രയും വഴക്ക് നിങ്ങളെല്ലാം ഏറ്റുമാണിച്ചല്ലോ, എനിക്കതാണ് ആശ്വാസം. നൂറ ആദിലെടുത്ത്, അതെ അനീഷേട്ടനെ പോലെ കളിക്കണം, മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് കളിക്കണം. നീ തെറിയെന്ന വാക്ക് പറയരുത്, ഒന്നും പറയരുത്, മിണ്ടരുത്, കേട്ടല്ലോ? മസ്താനി കണ്ടില്ലേ, ട്രിഗർ ചെയ്യാൻ വേണ്ടി പലതും പറയും, പക്ഷേ യു ഹാവ് ടു കൺട്രോൾ. നിൻ്റെ വീട്ടിൽ പോയിട്ട് വിളിക്കുന്നതൊന്നും പറയാൻ പാടില്ല. ആദില, ശരി. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.